ഹലോ. ഇപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതേ നമ്മൾ ഇന്നലെ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഒരു ഇത് ചെയ്തില്ലേ, വീഡിയോ ചെയ്തില്ലേ, പാൻറ്റ് കട്ട് ചെയ്യണേ, അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകണേ. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു 2 മീറ്റർ ഉണ്ടാവുമായിരിക്കും ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇത് കൊണ്ടിട്ട് നമ്മളൊരു പാൻറ്റ് ചെയ്യാൻ പോകണം. ആ പാൻറ്റിൻ്റെ ഫോട്ടോയാണ് ഈ സൈഡിൽ ഞാൻ കൊടുത്തേക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കണേ. രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിങ്ങനെ എടുക്കുക. അതിന് ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ആ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് മടക്കുക. ഇങ്ങനെ താഴത്തേക്ക് മടക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഈ സൈഡിൽ കൊടുക്കുന്ന ഫോട്ടോയിൽ പോലെയാണ് നമ്മൾ തയ്ച്ചേക്കണേ കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മടക്കി നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യുന്ന പോലെ കയറ്റിയും ഇവിടെ ഇറക്കിയിട്ടേക്കണേ കേട്ടോ. അങ്ങനെ ചെയ്താൽ ഇത് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് വരയ്ക്കാം കേട്ടോ. ഇത് തുണി 34 ഇഞ്ച് ഉള്ളൂ കേട്ടോ ഇറക്കം. 34 ഇഞ്ച് ഇറക്കമുള്ളൂ. അപ്പോൾ ഉള്ള ഇറക്കത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ചെറിയൊരു പാൻറ്റായിരിക്കും ഉള്ള ഇറക്കത്തിൽ. നമുക്ക് ഇറക്കം ഫുൾ ലെങ്ത് വേണമെങ്കിൽ 40 വേണ്ടി വരും. അപ്പോൾ എനിക്ക് ഉള്ള ഇറക്കത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് പാൻറ്റിൻ്റെ താഴെ തയ്യൽത്തുമ്പോൾ ആദ്യം വരക്കുവാണേ. നമുക്ക് അധികം തുണിയില്ല, പക്ഷെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാം. തയ്യൽത്തുമ്പോൾ വരച്ചു മേളിൽ. അപ്പോൾ ഞാനൊരു 30 ഇഞ്ച് ഇറക്കത്തിലാണ് എടുക്കുന്നുണ്ട്. 30 ഇഞ്ച് മേളിൽ നമുക്ക് തയ്യൽത്തുമ്പോൾ ഇടാനുള്ള സ്പേസാണ് ഇട്ടേക്കുന്നത്. ഓക്കെ. വരച്ചു. അപ്പോൾ 30 വരച്ചു. പിന്നെ 1 സൈഡ്, അതായത് നമുക്ക് നല്ല ലൂസ് ഫിറ്റ് വേണം. അതിന് എത്രയും മീറ്റർ എടുക്കാവോ അത്രയും. ഇപ്പം എനിക്കും ആവശ്യത്തിന് ലൂസ് ഫിറ്റ് വേണം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഭാഗം 15 എടുത്തു. ഒരു 14 എടുത്താലും മതി. 14 എടുത്തു കേട്ടോ. 14. പിന്നെ നമ്മുടെ ക്രോച്ചറ്റ് താഴത്തോട്ട് ഇത്ര ഇവിടെ 11.5 എടുത്തിട്ടുണ്ട്. 11.5 12 എടുത്തിട്ടുണ്ട്. ലൂസ് വേണം, അല്ലെങ്കിൽ അവിടെ വിട്ടു പോകും നമുക്ക്. അപ്പോൾ നമ്മുടെ 12 എടുത്ത് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഇലാസ്റ്റിക് ഇടുമ്പോൾ തയ്യൽത്തുമ്പ് വേണ്ടേ. അപ്പോൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് നമുക്കിവിടുന്ന് 2 ഇഞ്ച് എടുത്ത് ഇവിടുന്ന് 2 ഇഞ്ച് മേളിലേക്ക് കൂടുതൽ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പീസിലേക്കുള്ള നമുക്ക് ഇത്രയും പീസ് ബാക്ക് പീസിലേക്ക് എടുക്കാനുള്ള ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ചേർത്തെടുത്തു. ഓക്കെ. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് മാത്രം, ഇതാണ് കേട്ടോ, ഈ ഒരു പീസ് മാത്രം നമുക്ക് വിട്ടെടുക്കാം. അപ്പം നമ്മളിത് ഫ്രണ്ട് പീസ് നമ്മളിത് വെട്ടാൻ പോവാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ വരച്ചതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെട്ടാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ട് പീസ് മാത്രം വെട്ടുക കേട്ടോ. വെട്ടാൻ വേണേ ശ്രദ്ധിച്ച് ബാക്ക് പീസ് കട്ടി പോകാൻ ഫ്രണ്ട് പീസ് മാത്രം വെട്ടുക. ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഇതും കൂടി കട്ട് ചെയ്യാം. ഒരുമിച്ച് കട്ട് ചെയ്യാൻ പാടില്ല, സെപ്പറേറ്റ് മാത്രമേ കട്ട് ചെയ്യണം. കട്ട് ചെയ്യണ ആ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി. ഇത് ബാക്ക് പീസാണ്. ഇത് ബാക്ക് പീസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇത്രയും തുണിയുണ്ട്. അത്രയും തുണിക്ക് ഉണ്ടാവണം, എന്നാലേ ഇത് നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര മാത്രം കൂട്ടിടാമോ അത്രയും നമ്മൾ നീട്ടിടാം. ഇവിടെ നിന്ന് ഒപ്പത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി വരക്കാം കേട്ടോ. ഇവിടെ ഒപ്പോരിക്കണം, ഈ സൈഡ് ഒപ്പോരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇത്രയും ഭാഗം കൂട്ടി വരച്ച് എന്നിട്ട് സൈഡിൽ താഴത്തോട്ട് ഇങ്ങനെ വരച്ച് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഇത് ബാക്ക് പീസ്. ബാക്ക് പീസ് ഇവിടെ 2 ഇഞ്ച്
കയറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒപ്പം തന്നെ ഞങ്ങൾ വെട്ടാം നമുക്ക് കേട്ടോ. സ്ലോപ്പ് ചെയ്ത് വെട്ടിയാൽ മതി. ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വെട്ടുക. നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. താഴത്തെ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് ഇത്തിരി കൂടി വണ്ണം കുറവ്, ഇത്ര ലൂസ് വേണ്ടെങ്കിൽ അതനുസരിച്ച് അളവ് കുറച്ച് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ബാക്കിലത്തെ പീസ് ഇത്രയുണ്ട്, ഫ്രണ്ടിലത്തെ പീസ് ഇതാണ്. അത് സുഖമാണ്. പിന്നെ ഈ നമ്മുടെ താഴെയുള്ളതും കൂടി ഇവിടെ നമ്മൾ വിരിയിച്ച് കൊടുത്തിട്ടില്ല, വിരിയിച്ചെടുക്കും. സുഖമാണ്. അപ്പം കണ്ടോ, ഇത് ഫ്രണ്ട് പീസ്. ബാക്ക് പീസ് കാണിച്ചു തരാം. ബാക്ക് പീസിൽ പറയുമ്പോൾ ഒപ്പം തന്നെയാണ് കണ്ടത്, പക്ഷേ ബാക്ക് പീസ് ഇതുണ്ടോ, നീളം കൂടുതലാണ് ബാക്ക് പീസിൻ്റെ കേട്ടോ. ബാക്ക് പീസ് നീളം കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ, ബാക്കി എല്ലാം ഇവിടെ ഒപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ബാക്കി ഇവിടെ എല്ലാം ഒപ്പം ഇത്രയുള്ള പരിപാടി. നമ്മളിത് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ.